ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അക്കരെ പോവാം. അക്കരെ ഇന്ന് അച്ഛൻ വളം ഇടുന്നുണ്ട്. കുറേ നാളായി അക്കരെയൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് അച്ഛൻ വളം ഇടുന്നതിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അച്ഛൻ പോയിട്ട് കുറച്ച് നേരമായി. നമുക്കവിടെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അച്ഛൻ വളം മിക്സാക്കുകയാണ്. ഇതിപ്പോൾ യൂറിയ ഉണ്ട്, പിന്നെന്താ രാജപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമുണ്ട്, പിന്നെ 16 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളം. ഇങ്ങനെ 3 വളമാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് എനിക്ക് ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ചെന്നപ്പോൾ അച്ഛൻ മിക്സാക്കുന്ന കണ്ടപ്പോൾ എടുത്താണ്. ഇതിപ്പോൾ മിക്സാക്കി കഴിഞ്ഞു. ഇനി ഇത് ഇട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വളരെ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വിടുന്നേ ഉള്ളൂ. അപ്പം അച്ഛൻ വളം മിക്സാക്കിയിട്ട് മോട്ടർ ഓണാക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ വളം ഇട്ടു. ഞാൻ കുറേ നനച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തി നനയ്ക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അന്ന് നട്ട പച്ചക്കറിയൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് ബ്രക്കോളിയാണ്. അപ്പോൾ അത് അധികം വലുതായിട്ടില്ല. പിന്നെ കോളിഫ്ലവർ ഇത്ര ആയിട്ടുണ്ട്. പക്ഷെ ചിലതിൽ ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ചിലതിൽ ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇത് ക്യാബേജ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നട്ടതിൽ തക്കാളിയും ക്യാബേജുമാണ് കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ക്യാബേജിൽ ചിലതിന് ഭയങ്കരമായിട്ട് പുഴു തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം മരുന്നടിക്കാൻ പറ്റില്ലല്ലോ, കഴിക്കാൻ വേണ്ടി എടുക്കുന്നതല്ലേ, അപ്പോൾ മരുന്നടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അത് 2 എണ്ണത്തിലേ അങ്ങനെ ഓവറായിട്ട് പുഴു വരുന്നുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ 2 എണ്ണം ഭയങ്കരമായിട്ട് പുഴു തിന്നുന്നുണ്ട്. പിന്നെ തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ 10 ചുവട് തക്കാളിയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 10 നന്നായി വന്നിട്ടുണ്ട്. നിറച്ചും കായും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തക്കാളി എല്ലായിടത്തും നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നു. തക്കാളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും തന്നെ കായും ഉണ്ട്, തക്കാളിയും ഉണ്ട്. പിന്നെ തക്കാളീൻ്റെ അടുത്ത് നമ്മൾ നട്ട കോളിഫ്ലവർ നന്നായിട്ട് വരുന്നുണ്ട്. അത് ഓപ്പൺ സ്പേസിൽ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും കോളിഫ്ലവർ അല്ലല്ലോ, ഇത് ബ്രക്കോളി അല്ലേ. ബ്രക്കോളി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ മോശമായിട്ട് നിൽക്കുന്നത് മുളകും അതുപോലെ തന്നെ നമ്മളെ പയറുമാണ്. പയർ കുറേ പോയി. നമ്മൾ 2 വട്ടം നട്ടിട്ടുണ്ടായിരുന്നു പയർ. ആദ്യം നട്ടത് പോയിട്ട് വീണ്ടും നട്ടു, അതും പോയി. പിന്നെ മുളക് നന്നാവുന്നില്ല. പിന്നെ ഇത് നമ്മളെ വഴുതനേൻ്റെ ആണോ എന്നൊരു ഡൗട്ട്. ഇതിൻ്റെ ഇല കാണുമ്പോൾ എനിക്ക് ചുണ്ടക്കയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ചുണ്ടക്ക എന്നാണ് പറയുക. ഞാൻ ഇനി പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. പിന്നെ പയർ ചിലതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് പറമ്പിൽ നിന്ന് കുറച്ച് ചീരയും പറിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ.